ഹായ് സുന്ദരീസ്, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഓണം സ്പെഷ്യൽ വീഡിയോയിലെ 6ാമത്തെ വീഡിയോ ആണ്. ആൻഡ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് മുല്ലപ്പൂ വെച്ചിട്ടുള്ള 2 ഹെയർ സ്റ്റൈലാണ്. സോ ഇത് ഷോർട്ട് ആൻഡ് മീഡിയം ഹെയറിന് പറ്റിയ ഹെയർ സ്റ്റൈലാണ്. അത് മാത്രമല്ല, നമ്മൾ ഓണത്തിന് അത്യാവശ്യം ഈ അനാർക്കലി, കുർത്ത അങ്ങനെയൊക്കെ ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം ചേരുന്ന തരത്തിലുള്ള ഹെയർ സ്റ്റൈലാണ് കേട്ടോ. സോ ഞാൻ ഓൾറെഡി ലോങ് ലെങ്ത്തിൽ മുടിയുള്ള ആൾക്കാർക്ക് പറ്റിയ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആസ് യൂഷ്വൽ മുടിയിൽ ജടയൊന്നും പാടില്ല, നന്നായിട്ട് ചീകി വൃത്തിയാക്കി വെക്കുക. എന്നിട്ട് ഞാനിവിടെ മിഡിൽ പാർട്ടീഷനാണ് എടുക്കുന്നത്. നമ്മൾ സാധാരണ സൈഡ് പാർട്ടീഷനാണ് എടുക്കണമെന്ന് വെച്ചാൽ അങ്ങനെയും എടുക്കാം. അതിനുശേഷം ഞാൻ ഒരു സെക്ഷൻ ഓഫ് ഹെയർ എടുക്കുകയാണ് ഫ്രണ്ടിൽ നിന്ന്. അത്ര തിക്കായിട്ടുള്ളത് വേണമെന്നില്ല, ഒരു ചെറിയൊരു സെക്ഷൻ എടുക്കാം. അതിനുശേഷം ഇതേപോലെ നന്നായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതായത് ഇങ്ങനെ ചുരുട്ടി കൊടുക്കാം. അതിനുശേഷം അത് ചെവിയുടെ പിന്നിലേക്കായിട്ട്, ചെവിയുടെ തൊട്ട് പിന്നിലായിട്ട് വെച്ചിട്ട് ഒരു ടിക് ടാക് പിന്നോ അല്ലെങ്കിൽ ഇർക്കിലി സ്ലൈഡോ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ ഞാൻ അപ്പുറത്തെ സൈഡിലും ചെയ്യാണ്. ഒരു സെക്ഷൻ ഓഫ് ഹെയർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ചെവിയുടെ പിന്നിലാക്കി വെച്ചിട്ട് സെക്യൂർ ചെയ്ത് വെക്കുകയാണ്. സോ അത് കഴിഞ്ഞു. ഇനി നമുക്ക് മുല്ലപ്പൂ എടുക്കാം. മുല്ലപ്പൂ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ 3 ഇഴയായിട്ട് യു ഷേപ്പിൽ വെക്കാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ ഇഴ ഒരു കുഞ്ഞി മുല്ലപ്പൂ എടുക്കുക, കുഞ്ഞ് ലെങ്ത്തിലുള്ള മുല്ലപ്പൂ എടുക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി ഈ ചുട്ടി വെച്ച ഹെയർ സെക്യൂർ ചെയ്തിട്ടില്ലേ, അവിടെ തൊട്ട് പിന്നെ അപ്പുറത്തെ സൈഡിലും അതേപോലെ വെക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു യു ഷേപ്പിലാവും അല്ലേ. സോ ഷോർട്ട് ഹെയർ ആണെങ്കിൽ ഇതേപോലെ വെക്കുക, നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇനി നിങ്ങൾക്ക് മീഡിയം ലെങ്ത്തിലുള്ള ഹെയർ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ 2 ഇഴയും കൂടെ വെക്കാം. അങ്ങനെയാകുമ്പോൾ ഒരെണ്ണം കൂടെ ഇതേപോലെ എൻ്റെ തൊട്ട് താഴെയായിട്ട് ഇങ്ങനെ വെക്കുക. ആദ്യം വെച്ച് സെക്യൂർ ചെയ്തതിന് ശേഷം ഏകദേശം എത്ര വേണമെന്ന് നോക്കിയതിന് ശേഷം ഞാൻ കട്ട് ചെയ്തിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുകയാണ്. സോ ഓൾറെഡി നിങ്ങൾക്ക് ലെങ്ത്ത് എത്ര വേണ്ടി വരും എന്നുള്ളൊരു ധാരണയൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കട്ട് ചെയ്തതിന് ശേഷം വെക്കാം. അങ്ങനെ ആയാലും മതി. അല്ല ഇങ്ങനെ വെച്ച് നോക്കിയതിന് ശേഷം കട്ട് ചെയ്യാമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഏതാ നമുക്ക് സൗകര്യം വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം. ഇനി ഞാൻ 3ാമത്തെ ഇഴയും കൂടെ വെക്കുകയാണ്. അതിന് തൊട്ട് താഴെയായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഏകദേശം എത്ര വേണമെന്ന് ഞാൻ നോക്കിയതിന് ശേഷം അത് മാറ്റി പിടിച്ചിട്ട് കട്ട് ചെയ്യണം കേട്ടോ. മുടിയുടെ ഒപ്പം കൂടെ കട്ട് ചെയ്യരുത്. അത് മാറ്റി പിടിച്ച് കട്ട് ചെയ്തതിന് ശേഷം എഗെയിൻ ഇർക്കിലി സ്ലൈഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്യാണ്. ലോങ് ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 4 ഇഴ വരെ ഇതേപോലെ വെക്കാം, ഒന്നിന് താഴെ ഒന്നായിട്ട്. നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനാർക്കലിയുടെ ഒപ്പമൊക്കെ കുർത്തയുടെ ഒപ്പമൊക്കെ നന്നായി ചേരും. കാരണം എന്താ വെച്ചാൽ ഫ്രണ്ടിലേക്ക് ഇത് മുല്ലപ്പൂ വെച്ചിട്ടുണ്ടെന്ന് വല്ലാണ്ട് എടുത്തറിയില്ല. അതേപോലെ സൈഡിലേക്കും ബാക്കിലേക്കും നന്നായിട്ട് അറിയുകയും ചെയ്യും. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഡ്രസ്സിൻ്റെ കുറച്ചൊരു ഇൻഡോ വെസ്റ്റേൺ ലുക്കൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ല രസമായിട്ട് ചേരുമെന്ന് എനിക്ക് തോന്നുന്നു. സോ നമുക്ക് അടുത്ത ഒരു ഹെയർ സ്റ്റൈൽ നോക്കാം. അതും ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ഒരു മോഡേൺ ഔട്ട്ലുക്കിന് ചേരുന്ന ഹെയർ സ്റ്റൈലാണ്. ലെയേഴ്സ് ഉള്ള മുടിയുള്ള ആൾക്കാരാണെങ്കിൽ ഇത് നന്നായിരിക്കും. ലെയേഴ്സ് ഇപ്പോൾ കുറേ പേർക്ക് ഉണ്ടല്ലോ, കുറച്ച് ഫാഷനാണല്ലോ അത്. സോ അങ്ങനെയാകുമ്പോൾ ആദ്യം തന്നെ ഈ ലെയേഴ്സ് ഫ്രണ്ടിലേക്ക് ഇടുക. അങ്ങനെ തന്നെ വിടുക, ഫ്രണ്ടിൽ വെട്ടിയിട്ടിരിക്കുന്ന മുടി. എന്നിട്ട് നമ്മൾ സാധാരണ ഇങ്ങനെ മുടി മെടയുക അതേപോലെ തന്നെ 3 ഇഴ വെച്ച് മുടി മെടഞ്ഞിട്ട് നമ്മൾക്കൊരു റബ്ബർ ബാൻഡ് ഇട്ട് സെക്യൂർ ചെയ്യുക. അതിനുശേഷം നമുക്കിനി ലെയർ വെച്ചിട്ട് വർക്ക് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് ലെയർ ഇങ്ങനെ ഫ്രണ്ടിലുണ്ടല്ലോ, അത് വേണ്ട. നമുക്ക് അതിൽ നിന്ന് കുറച്ച് മാത്രം ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ബാക്കിയുള്ളത് ഇങ്ങനെ എടുത്തിട്ട് ചെവിയുടെ പിന്നിലേക്ക് ആക്കി വെച്ച് ഒരു ഇർക്കിലി സ്ലൈഡ് വെച്ചിട്ട് കുത്തി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ വലിച്ചു പിടിച്ച് ചെയ്യേണ്ട. നമുക്ക് കുറച്ചൊരു മെസ്സി ലുക്കാണ് വേണ്ടത്. അതുകൊണ്ട് കുറച്ചൊന്നൊരു പുഫ് കൊടുക്കുന്ന രീതിയിൽ കുറച്ചൊന്ന് പൊന്തിച്ച് പിടിച്ചിട്ട് ഇതേപോലെ സെക്യൂർ ചെയ്യാം. എന്നിട്ട് ഫ്രണ്ടിലുള്ള മുടി അങ്ങനെ കിടന്നോട്ടെ, അത് ഒരു ഭംഗിയാണ്. അതിപ്പോൾ ഇങ്ങനത്തെ ഒരു ലുക്ക് നല്ല രസമാണ്. എനിക്ക് തോന്നുന്നു കുറച്ചൊന്ന് സ്റ്റൈലിഷ് ആയിട്ട് കാണാനായിട്ട് ഭംഗിയുണ്ടാവും. അതിനുശേഷം ഞാനിവിടെ ഒരു 4-5 മുഴം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ കുറച്ച് മുല്ലപ്പൂ ആണെങ്കിൽ നമുക്ക് വയ്ക്കാം, കുറച്ച് വെച്ചാൽ ഒരു 3 മുഴം എന്തായാലും വേണം കേട്ടോ. എന്നിട്ട് കഴുത്തിൻ്റെ പിന്നിൽ കൂടെ വെക്കുകയാണ് മടക്കിയതിന് ശേഷം. എന്നിട്ട് ബാക്കി വരുന്ന മുല്ലപ്പൂ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെച്ചിട്ട് സെക്യൂർ ചെയ്യാണ്, അപ്പുറത്തെ സൈഡിലെയും ഓപ്പോസിറ്റ് സൈഡിൽ വെച്ചിട്ട് സെക്യൂർ ചെയ്യാണ്. അങ്ങനെയാകുമ്പോൾ കഴുത്തിൻ്റെ പിൻവശത്ത് കുറച്ച് മുല്ലപ്പൂ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കത് കുത്ത് അങ്ങനെയൊന്നും അത്ര അധികം ഉണ്ടാവില്ല. എന്നാൽ അതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ കാണുന്ന പോലെ നന്നായിട്ട് മുല്ലപ്പൂ ഉണ്ടാവും. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി സെക്യൂർ ചെയ്യണം. ഇൻ ദ സെൻസ് ഇർക്കിലി സ്ലൈഡ് വെച്ചിട്ട് ഒരു 5-6 വെച്ച് സെക്യൂർ ചെയ്യാം. എന്നിട്ട് ഫ്രണ്ടിലത്തെ മുടി കൈകൊണ്ട് തന്നെ ഇങ്ങനെ ചുരുട്ടി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചുരുണ്ട് കിടക്കണ കാണാൻ ഭംഗിയാണ്. സോ ഇത് 2 ഹെയർ സ്റ്റൈലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ കഴിഞ്ഞ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാം. ഇനി വരുന്ന വീഡിയോസും കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം, അതായത് നാളെ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.